ഹായ് ഡേസ് ഇറ്റ്സ് മീ MS ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് കുട്ടികളെ മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിക്കുകയാണ്, സർ സോഷ്യൽ സയൻസിൽ ചില ചാപ്റ്റേഴ്സുകൾ സ്കിപ്പ് ചെയ്യാമെന്നുള്ള വീഡിയോ കണ്ടു, ശരിയാണോ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, നിങ്ങൾ എന്ത് ചെയ്യരുത്, ബുദ്ധിമോശം ചെയ്യരുത് ഈ വർഷം. കാരണം ഈ വർഷം ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുമെങ്കിലും നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന വെയിറ്റേജ് പ്രകാരം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയും. വെയിറ്റേജിനനുസൃതമായിട്ട് നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാനുള്ള ഒരു സമയം നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് സാർ വെയിറ്റേജ്? ഏത് ചാപ്റ്ററിനാണോ കൂടുതൽ സമയം കൊടുക്കേണ്ടത്, ഏത് ചാപ്റ്ററിനാണ് കുറഞ്ഞ സമയം കൊടുക്കേണ്ടത്, അതിനുള്ളതാണ് വെയിറ്റേജ്. അല്ലാതെ ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്യാനുള്ളതല്ല. 80 മാർക്കിൻ്റെ സബ്ജക്റ്റായ സോഷ്യൽ സയൻസിൽ നിങ്ങൾക്ക് പഠിക്കാൻ 17ഓളം ചാപ്റ്റേഴ്സുകളുണ്ട്. സ്ക്രീൻ ഒന്ന് കാണിച്ചാൽ 17ഓളം ചാപ്റ്റേഴ്സുകളുണ്ട്. ഈ 17 ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ കുട്ടികളെ അയച്ചെന്ന് എന്നോട് പറയുന്നത്, സാറേ ഇവിടെ സാമൂഹിക വിശകലനം സമൂഹ ശാസ്ത്ര സങ്കല്പത്തിലൂടെ എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിന് 2 മാർക്ക് മാത്രമേ മാക്സിമം ചോദിക്കുള്ളൂ. അങ്ങനെ അത് ഒഴിവാക്കുകയാണെങ്കിൽ സർ 78 മാർക്ക് കിട്ടും. ഈ വർഷവും A+ സിസ്റ്റം തന്നെയല്ലേ, മാർക്ക് സിസ്റ്റം അല്ലല്ലോ. അപ്പോൾ 80ൽ 70 കിട്ടിയാൽ എന്താകും? A+ലേക്ക് എത്തും. വിത്ത് C മാർക്ക് കിട്ടോ. വിത്ത് C മാർക്ക് 80ൽ 70 കിട്ടിയാൽ മതി. വിത്തൗട്ട് ആണെങ്കിൽ 80 72. പക്ഷെ നമുക്ക് ഈ കൊല്ലം വിത്താണ്. അതായത് നിങ്ങൾക്ക് C മാർക്ക് 20ൽ 20 ഉണ്ടെങ്കിൽ നിങ്ങൾ 80ൽ എത്ര വാങ്ങിയാൽ മതി? 70 മാർക്ക് വാങ്ങിയാൽ മതി, 72 വാങ്ങണ്ട. ഞാൻ ആ കേസ് വെച്ച് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 80ൽ 70 മാർക്ക് കിട്ടിയാൽ A+. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3ാമത്തെ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാമെന്ന് പറയുന്നത് ഒരു ബുദ്ധിമോശമാണെന്നാണ് MSന് പറയാനുള്ളത്. കാരണം എന്താണെന്നറിയോ, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാണ്ട്. 1 2 ഇപ്പോൾ പണവും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്ന 14ാമത്തെ ചാപ്റ്റർ. ഏതാണ് ആ ചാപ്റ്റർ? മണി ആൻഡ് എക്കോണമി എന്ന് പറയുന്ന 14ാമത്തെ ചാപ്റ്റർ. ആ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് 6 മാർക്കാണ്. ആ 6 മാർക്കിന് ചോദിച്ച സബ്ജക്റ്റ് ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞത് ഒരു 3 മാർക്കാന്ന് കൂട്ടിക്കോ. അവിടെ എത്ര മാർക്ക് പോയി? 3 മാർക്ക് പോയി. ഇനി വേറൊരു ചാപ്റ്റർ ഡെമോക്രസി ഇൻ ആൻ ഇന്ത്യൻ എക്സ്പീരിയൻസ്, 8ാമത്തെ ചാപ്റ്റർ, നമ്മുടെ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവത്തിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ കടന്നു പോകുമ്പോൾ അതും 6 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. പക്ഷേ നിങ്ങൾക്കെന്തോ എക്സാം ഹാളിൽ നിന്ന് എഴുതാൻ കഴിയുന്നില്ല, ചില ചോദ്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, അവിടെ ഈ 3 മാർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ എത്ര പോയി? 6 മാർക്ക് പോയി. 6 മാർക്ക് പോയി. സോ 80ൽ എത്ര മാർക്കാണ് ഇനി നിങ്ങളുടെ മുമ്പിൽ ബാലൻസ് ചെയ്യുന്നത്? 74 മാർക്കാണ്. അവിടെ നിങ്ങൾ ഓൾറെഡി ഈ 2ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ട് 2 മാർക്കിന് വരുന്ന 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എത്ര പോയി? 2 മാർക്ക് പോയി, 72ആയി. അതായത് A+ കിട്ടാനുള്ള സാധ്യത കുറയുന്നൊരവസ്ഥയിലേക്ക് പോയേക്കാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ, ഒരു കാരണവശാലും ഒരു ചാപ്റ്റർ പോലും സ്കിപ്പ് ചെയ്യരുത്. സാർ പഠിക്കാൻ സമയമില്ലല്ലോ, ശരിയാണ്. സാർ പഠിക്കാൻ ഒരുപാടുണ്ടല്ലോ, ശരിയാണ്. പക്ഷേ വെയിറ്റേജിന് അനുസൃതമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സമയത്തെ സ്പ്ലിറ്റ് ചെയ്യണം. വരുന്നത് മോഡൽ എക്സാമാണ്, പബ്ലിക് എക്സാം അല്ല. ഈ മോഡൽ എക്സാമിന് വേണ്ടി മാക്സിമം ഒരു തവണയെങ്കിലും നീ റിവൈസ് ചെയ്യുക. എല്ലാ ചാപ്റ്ററും പഠിച്ചുകൊണ്ട് എക്സാം ഹാളിൽ നിന്ന് പോയിരിക്കുക. നിനക്ക് മറവി ഉണ്ടാകും, പഠിച്ചത് മറന്നു പോയിട്ടുണ്ടാകും, എക്സാം ഹാളിൽ നിന്ന് വേഗത്തിൽ എഴുതാനുള്ള ഒരു കഴിവ് കിട്ടാതായി പോയിട്ടുണ്ടാകും. എല്ലാം ശരി തന്നെ, പക്ഷേ നോട്ട് ദ പോയിന്റ്. ഇതൊരു മോഡൽ എക്സാമാണ്. നീ ആ ഒരു സീരിയസ് മൈൻഡ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നീ പബ്ലിക് എക്സാമിൽ പോയിരിക്കുമ്പോൾ നിനക്ക് ആ ടെൻഷൻ ഉണ്ടാവില്ല. നീ കോൺഫിഡൻസ് ആയിരിക്കും, ഏത് ചാപ്റ്ററും ഞാൻ ഓക്കെയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിനക്ക് പോസിറ്റീവ് എനർജി വരും. അപ്പോൾ നിനക്ക് എക്സാം ഹാളിൽ നിന്ന് എഴുതാനുള്ളൊരു ത്വര കിട്ടും. അതായത് പഠിച്ചതൊരിക്കലും മറന്നു പോവില്ല, ഓർത്തെടുക്കാനും സാധിക്കും. സോ ഈ മോഡലിന് എത്ര ടെൻഷൻ കൊടുക്കാൻ പറ്റുമോ, എത്ര സീരിയസ്നെസ് കൊടുക്കാൻ പറ്റുമോ അത് നീ കൊടുക്ക്. നിന്റെ മറവിയെ നീ തോൽപ്പിക്ക്. അതാണ് നീ ചെയ്യേണ്ടത്. വേറൊന്നും നീ ചെയ്യേണ്ട ആവശ്യമില്ല. നിന്റെ മറവിയെ നീ തോൽപ്പിച്ചാൽ നീ തോൽപ്പിക്കുന്നത് എൻറ്റയർലി നിൻ്റെ ജീവിതത്തിലേക്കുള്ള ആ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്ക് വഴികാട്ടി എന്നൊക്കെ പറയില്ല. അതായത് ഒരു വെളിച്ചത്തിലേക്കുള്ള വഴികാട്ടി ശരിക്കും എന്താണ്? അറിവാണ് ലോകത്തെ ഏറ്റവും വലിയ സമ്പത്ത്. സോ നീ നിൻ്റെ മറവിയെ തോൽപ്പിച്ച് കഴിഞ്ഞാൽ നീയാണ് ഏറ്റവും വലിയ സമ്പത്തുള്ള വ്യക്തി. ഓക്കെ. സോ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പേ സാമൂഹ്യശാസ്ത്രം പോലുള്ള വലിയ സബ്ജക്റ്റുകളിൽ 17ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? വെയിറ്റേജിൻ്റെ ഈ PDF ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് അതിലിതാ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സൊക്കെ എന്ത് ചെയ്യുക? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. 6 മാർക്കിൻ്റെ ചാപ്റ്റേഴ്സിനൊക്കെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അതിന് കുറേ സമയം ഇരുന്ന് പഠിക്കുക. ഇനി ഏറ്റവും വെയിറ്റേജ് കുറഞ്ഞ 2 മാർക്കിൻ്റെതുണ്ട്, 3 മാർക്കുണ്ട്,
പിന്നെ 4 മാർക്കുണ്ട്. ഈ ചാപ്റ്റേഴ്സിനൊക്കെ ഒരല്പം കുറഞ്ഞ സമയം, അതായത് 6 മാർക്കിൻ്റെ ചാപ്റ്ററിന് കൊടുക്കേണ്ട അത്രയും സമയം എന്തിന് കൊടുക്കേണ്ട, 4 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒന്നും കൊടുക്കേണ്ട. അതാണ് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, വെയിറ്റേജിലൂടെ നിങ്ങൾക്ക് തരുന്നത്. പറയുന്നത് മനസ്സിലാവുണ്ടല്ലോ. അപ്പോൾ എല്ലാ ചാപ്റ്ററും പഠിക്കണം. ഏതെങ്കിലും ഒരു ചാപ്റ്റർ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ A+ലേക്കുള്ള ദൂരം കൂടുകയാണ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഈ PDF വേണമെന്നുണ്ടെങ്കിൽ MS Solutions 79 എന്ന് പറയുന്നതാ MS_Solutions 79 എന്ന് പറയുന്ന എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാനൊരു റീൽ ഇട്ടിട്ടുണ്ട്. ആ നിങ്ങൾ റീലിൽ പോയിട്ട് MS എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ വെയിറ്റേജിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS ഫ്രം MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.